ശ്രീ നമസ്കാരം. നമസ്കാരം. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി മാറിത്തീരുകയാണ് ഉത്തരാഖണ്ഡ്. എങ്ങനെ വിലയിരുത്തുന്നു? വലിയ കഷ്ടമാണ് കേട്ടോ. കാരണം ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഭരണഘടനയിൽ പണ്ടേ തന്നെ എഴുതി വച്ചിരുന്ന ഒരു കാര്യത്തിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു സംസ്ഥാനം ശ്രമിക്കുന്നതിന് ഇത്രത്തോളം കാലതാമസം ഉണ്ടായി എന്നത് സത്യത്തിൽ ഒരു നാണക്കേട് തന്നെയാണ്. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പറയുന്ന കുറേയധികം പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മുടേത് സെക്യുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്, ഇവിടെ ജനാധിപത്യമാണ്, ഇവിടെ പൗരസ്വാതന്ത്ര്യമുണ്ട്, ഇവിടെ തുല്യതയുണ്ട്, കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. ജെൻഡർ ഇക്വാലിറ്റി, ഇക്വിറ്റി, ഇതെല്ലാം പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെ വലിയ അളവ് വരെ കാപട്യം നിറഞ്ഞതായിരുന്നു പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്ന്. നമ്മൾ ഈ രീതിയിലത്തേക്കുള്ള തുല്യത ഉറപ്പുവരുത്തുന്നുണ്ടെങ്കിൽ, പുരുഷനും സ്ത്രീയും തുല്യരാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ, വ്യക്തി നിയമങ്ങളിൽ അവർക്ക് തുല്യമായിട്ടുള്ള പ്രാധാന്യമാണ് ഒരു സ്റ്റേറ്റ് നൽകേണ്ടത് എന്നുള്ള ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് പണ്ടേ നമ്മൾ നടപ്പാക്കേണ്ടതായിരുന്നു. അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ 1940കളിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ആൾക്കാർ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇതിനെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷം ഈ സമത്വത്തിനെ പറ്റിയും സെക്യുലറിസത്തിനെ പറ്റിയും ഒക്കെ പറഞ്ഞിരുന്ന പല നേതാക്കന്മാരും കാലയവനികയ്ക്ക് പിന്നിലേക്ക് പോയതിനു ശേഷം പിന്നീട് വന്നിരിക്കുന്ന ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നതിൽ വലിയ പങ്കുള്ളതല്ലാത്ത ഒരു പാർട്ടിയാണ് അവസാനം അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് പോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് ഭരണഘടനാ നിർമ്മാതാക്കൾ നമ്മളോട് വിഭാവനം ചെയ്തത്, എന്താണ് ആവശ്യപ്പെട്ടത്, അത് നടപ്പാക്കാനായിട്ട് ഇവിടെ ഭരിച്ചിരുന്ന ആൾക്കാർക്ക് സാധിച്ചോ ഇല്ലയോ, അവരുടെ ഉദ്ദേശം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളും കൂടി ഈ സമയത്ത് ചർച്ച ചെയ്യണം. കാരണം ഇപ്പോൾ ഉത്തരാഖണ്ഡ് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ നല്ല രീതിയിലത്തേക്കുള്ള ഒരു നിയമമാണ്. ആ നിയമം കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നുള്ളതാണ്. ഒരു വിവാഹബന്ധം, ആ വിവാഹബന്ധത്തിൽ പുരുഷൻ എന്തൊക്കെ അവകാശാധികാരങ്ങൾ ലഭിക്കുന്നുണ്ടോ തത്തുല്യമായിട്ടുള്ള അവകാശാധികാരങ്ങൾ സ്ത്രീക്കും ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം വളരെ പുരുഷാധിപത്യമുള്ള ഒരു സൊസൈറ്റിയാണ്. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ നിലനിൽക്കുന്നത് എന്ന് വെച്ചാൽ സോഷ്യലി ട്രഡീഷണലി സ്ത്രീ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഇവിടെ ഉള്ളതുകൊണ്ടാണ്. സ്ത്രീയെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി, സ്ത്രീക്ക് അഡീഷണൽ ആയിട്ടുള്ള സുരക്ഷിതത്വം നൽകുന്നതിന് വേണ്ടി, നിയമപരിരക്ഷ നൽകുന്നതിന് വേണ്ടി കുറേയധികം നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും അതങ്ങനെ അല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ കാണുന്ന ചില കാര്യങ്ങളിൽ ഒന്ന്, നമ്മൾ വിവാഹപ്രായം എന്ന് പറയുന്നത് നിശ്ചിതമാക്കിയിട്ടുണ്ട്. പുരുഷൻ്റെ വിവാഹപ്രായം എന്നതിനപ്പുറത്തേക്ക് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിവാഹപ്രായം നിശ്ചിതമാക്കിയിട്ടുണ്ട്. ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ അത് വലിയൊരു മാറ്റം സംഭവിപ്പിക്കുന്നില്ല എങ്കിൽ പോലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രായപൂർത്തിയാവുമ്പോഴാണ് ഒരു പെൺകുട്ടി വിവാഹപ്രായം എത്തുന്നത് എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പെൺകുട്ടി പ്യൂബർട്ടിയിൽ എത്തുന്നത് 13 വയസ്സിലാണെങ്കിൽ 13 വയസ്സിൽ അവൾ വിവാഹത്തിന് തയ്യാറായി എന്നാണ്. 15 വയസ്സിലാണെങ്കിൽ അങ്ങനെ. മറിച്ച് ഇപ്പോൾ അതിന് നിശ്ചിതമായിട്ടുള്ള ഒരു പ്രായപരിധി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വിവാഹപ്രായത്തിലേക്ക് എത്തി എന്ന് പറയുന്നതിനെ മാറ്റിയിരിക്കുന്നു. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു ചെറിയ പ്രായത്തിൽ മറ്റുള്ളവരെ പൂർണ്ണമായും ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരുപക്ഷെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂൾ തല വിദ്യാഭ്യാസം പോലും പൂർത്തിയായിട്ടില്ലാത്ത ഒരു ഘട്ടത്തിൽ, ജീവിതത്തിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്ത ഒരു ഘട്ടത്തിൽ, ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാൻ പോലും കഴിയാത്ത രീതിയിലത്തേക്കുള്ള ഒരു പ്രായത്തിൽ വിവാഹിതയാവുക എന്ന് പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടി കുറേയധികം അധികാരങ്ങളില്ലാതെ, അവകാശങ്ങളില്ലാതെ മറ്റൊരാളിന് അടിമപ്പെട്ട് കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം അവിടെ പ്രകടമാണ്. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് മൊത്തത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നിലനിൽക്കുന്നത് ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തരം ഉത്തരാഖണ്ഡിൽ മാത്രമാണ് എന്നാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് തുല്യത കിട്ടുമ്പോൾ ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മറ്റ് മുസ്ലിം സ്ത്രീകൾക്ക് ആ തുല്യത അവിടെ ലഭിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീക്ക് പുരുഷനെ ഡിവോഴ്സ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം പല മതവിഭാഗങ്ങളിലും അത് സാധ്യമാണെങ്കിൽ പോലും ചില മതവിഭാഗങ്ങളിൽ അതിന് തുല്യമായിട്ടുള്ള ഒരു പ്രാധാന്യം പലപ്പോഴും കൽപ്പിക്കപ്പെടുന്നില്ല. മതനിയമങ്ങൾ പല രീതിയിലായതുകൊണ്ട് തന്നെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് പുരുഷന് ഉള്ള അധികാരത്തിനോട് തുല്യമായിട്ടുള്ള ഒരു അധികാരം പ്രാക്ടിക്കൽ ലെവലിലേക്ക് വരുമ്പോൾ സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ അത് വരുന്നുണ്ട്. തന്നെയുമല്ല, ബഹുഭാര്യാത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, പോളിഗാമി. ഒന്നിലധികം പാർട്ട്ണർമാർ നിങ്ങൾക്കുണ്ടാകാം. അതിപ്പോൾ നിയമപ്രകാരം ഇല്ലാതെയാവുകയാണ്. അപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ, ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഈ പോളിഗാമി എന്ന് പറയുന്ന ഒരു സംഭവം അതോടുകൂടി അവിടെ നിൽക്കുകയാണ്. ഇത് സ്ത്രീക്ക് നൽകുന്നത് തുല്യതയാണ്. എന്താണ് സംശയം? ഇനി അടുത്തത്, ഒരു വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീ അവർ വിവാഹമോചിതയായതുകൊണ്ടോ അവരുടെ ഭർത്താവ് മരിച്ചതുകൊണ്ടോ പിന്നീട് ഒരു വിവാഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇദ്ദത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പീരീഡ്, ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്.
ആ പീരീഡ് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അവരുടെ മേൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് മേൽ മതം കൊണ്ടുവന്നിരുന്ന ചില ചട്ടക്കൂടുകളെ ഇപ്പോൾ പൊളിച്ചിരിക്കുകയാണ്, അതവിടെ ഇല്ല. അതിനുശേഷം ഹലാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാക്ടീസ് ഉണ്ട്. വിവാഹം കഴിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വിവാഹമോചനത്തിലേക്ക് പോയാൽ പിന്നീട് ആ ആളിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം കഴിച്ച് വിവാഹമോചനം നേടണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യം. അപ്പോൾ അതും ഇപ്പോൾ ഇല്ലാതെ ആയിരിക്കുകയാണ്. ഇതൊക്കെ എംപവർ ചെയ്യുന്നത് ആരെയാണ്? സ്ത്രീയെയാണ്. എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായിട്ടുള്ള ഒരു അനീതി ഇവിടെ ഉണ്ടായിരുന്നു. വിവാഹപ്രായത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, വിവാഹത്തിന് ശേഷമുള്ള അവകാശങ്ങളുടെ പേരിലായിക്കോട്ടെ, വിവാഹമോചനത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, സ്വത്തവകാശത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഒക്കെ തന്നെ കുറേയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, മുസ്ലിം മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വത്തവകാശം എന്ന് പറയുന്നത് പോലും പലപ്പോഴും കൽപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? ഒരു പുരുഷന് തുല്യമായിട്ടുള്ള അവകാശം ഒരു സ്ത്രീക്ക് പലപ്പോഴും കിട്ടുന്നില്ല. 2 സ്ത്രീ ഈക്വൽസ് ഒരു പുരുഷൻ എന്ന രീതിയിലത്തേക്കുള്ള കോൺസെപ്റ്റ് പല നിയമങ്ങളിലുമുണ്ട്. അപ്പോൾ അതിനെയെല്ലാം തന്നെ പൊളിച്ച് മാറ്റിക്കൊണ്ട് സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നുള്ള രീതിയിലത്തേക്കൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്നേക്കുമായിട്ടുള്ളൊരു നീതി അവിടെ കൊണ്ടുവരികയാണ്. പിന്നെ ആധുനിക കാലഘട്ടത്തിന് വേണ്ടുന്ന ലീഗലായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ലിവ് ഇൻ റിലേഷൻഷിപ്പ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിപ്പോൾ വളരെ വ്യാപകമായിട്ട് നോ ഹോൾസ് അറ്റാച്ച്ഡ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നോ ഹോൾസ് ബാർഡ് കോൺസെപ്റ്റായിട്ട് നമ്മൾ വരുന്ന ഒരു സംഭവമാണ് ഈ ലിവ് ഇൻ റിലേഷൻഷിപ്പുകൾ. പക്ഷേ അതിലൊക്കെ തന്നെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അക്കൗണ്ടബിലിറ്റി ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായി മാറുന്നുണ്ട്. ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിക്കുള്ള അവകാശങ്ങളെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇനി ഏതെങ്കിലും ഒരു കാലത്ത് ഇവർ പിരിയുകയാണെങ്കിൽ അവർക്ക് കിട്ടേണ്ടുന്ന രീതിയിലത്തേക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ തന്നെ ഒരു പ്രാരംഭ പടി എന്ന രീതിയിലത്തേക്ക് ലിവ് ഇൻ റിലേഷൻഷിപ്പുകൾ രജിസ്റ്റർ ചെയ്യണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം. അതുമ്പോൾ ബന്ധങ്ങളിൽ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ള സ്റ്റേറ്റിൻ്റെ ഒരു തിരിച്ചറിവ് അവിടെ പ്രധാനമാണ്. അത് 2 വ്യക്തികളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമല്ലേ, ഏത് സമയത്ത് വേണമെങ്കിലും ആരംഭിക്കാമല്ലോ ഇല്ലാതെയാക്കാമല്ലോ എന്നൊക്കെ ചോദിക്കുന്നത് ഒരുപക്ഷെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ കറക്റ്റാണ്. പക്ഷേ റീസണബിൾ റെസ്ട്രിക്ഷൻസ് അവിടെയും ഉണ്ടാകേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അതല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിവാഹ നിയമത്തിലൊന്നും തന്നെ ഇത് വരേണ്ടതില്ല. ഇപ്പോൾ പണ്ട് ഈ UCCയുമായി ബന്ധപ്പെട്ട് കേരളത്തിലടക്കം ചർച്ചകൾ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് പല ആൾക്കാരും പറഞ്ഞിരുന്നത് പല മതങ്ങളിൽ പല രീതികളിലാണ് ആചാരങ്ങൾക്കനുസരിച്ച് വിവാഹ ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇനി മാറുമോ? ഈ താലികെട്ടെന്ന് പറയുന്ന സമ്പ്രദായം മാറുമോ? അതോ ഹിന്ദു ആചാര രീതിയിലത്തേക്ക് മറ്റുള്ള ആൾക്കാരുടെ വിവാഹം ഉൾപ്പെടെയുള്ള മതാചാരങ്ങൾ മാറണോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനന്ന് പറഞ്ഞു, അങ്ങനെ മാറുക എന്ന് പറയുന്നത് ലോജിക്കലല്ല, കോമൺ സെൻസിക്കലല്ല. മറിച്ച് അതിന് നിയമവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വിവാഹം കഴിക്കാം, പക്ഷേ വിവാഹം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം എന്നന്ന് പറഞ്ഞിരുന്നു. ഇന്ന് ഈ നിയമത്തിൽ വന്നിരിക്കുന്നത് അതുതന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മതാചാരം അനുസരിച്ച് വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഒരു തടസ്സവുമില്ല. മറിച്ച് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 2 മാസത്തിനകം അത് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നത് നിയമമാണ്. എന്ന് വെച്ചാൽ വിവാഹം രജിസ്റ്റർ ചെയ്യുക, ജനനം രജിസ്റ്റർ ചെയ്യുക, മരണം രജിസ്റ്റർ ചെയ്യുക, വിവാഹമോചനത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ടാവുക, അതിനുശേഷം സ്വത്ത് വീതം വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. അതേപോലെ തന്നെ സക്സഷൻ, ഒരാളിൻ്റെ സ്വത്ത് മറ്റൊരാൾ ആർജിക്കുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ ഇതിന് നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ മാത്രം കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ 1956 ഹിന്ദു നിയമമുണ്ട്. 1925 ഇന്ത്യൻ സക്സഷൻ ആക്റ്റാണ് ക്രിസ്ത്യാനികൾക്ക് ബാധകമായിട്ടുള്ളത്. ശരിയ നിയമം അവിടെ മുസ്ലിങ്ങൾക്കുണ്ട്. 3 മതവിഭാഗങ്ങൾക്ക് 3 രീതിയിലാണ് പിന്തുടർച്ചാവകാശം. അപ്പോൾ അതിനെയെല്ലാം തന്നെ ഇപ്പോൾ മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വന്തമായി ആർജിക്കുന്ന പ്രോപ്പർട്ടിയിൽ അയാൾക്കൊരു അവകാശവും കുടുംബസ്വത്തിൽ മറ്റൊരു തരത്തിലുള്ള അവകാശവുമാണ്. അപ്പോൾ അതെല്ലാം തന്നെ ഏകീകരിക്കപ്പെടുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു മകൻ അല്ലെങ്കിൽ മകൾ മരിക്കുകയാണെങ്കിൽ അവരുടെ സ്വത്ത് പേരൻസിന് വരുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് അവരെയും ഒരു ക്ലാസ് 1 ടൈപ്പായിട്ട് പരിഗണിച്ചുകൊണ്ട് ഒരേപോലെയുള്ള അവകാശം വരുന്നു. 2 പേരൻറ്റിൽ ഒരാൾ ജീവിച്ചിരിപ്പില്ല എങ്കിൽ അയാളുടെ അവകാശം കൂടി മറ്റേ പേരൻറ്റിന് കിട്ടുന്ന രീതിയിലത്തേക്ക് കുറച്ചുകൂടി സുതാര്യമായി അതിലൊരു ഇക്വിറ്റി എന്നൊക്കെ പറയാവുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, വിവാഹബന്ധത്തിന് ശേഷം അല്ലെങ്കിൽ സക്സഷന് ശേഷം അവർക്ക് വരുന്ന സ്വത്തവകാശം എന്ന് പറയുന്നത് പുരുഷൻ്റെ കിട്ടുന്നതിൻ്റെ പകുതി എന്ന രീതിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനെയെല്ലാം മാറ്റുക എന്നൊക്കെ പറയുമ്പോൾ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക. ഇപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സെക്യുലറിസത്തിന് വേണ്ടിയിട്ടൊക്കെ തന്നെ അതിൻ്റെ വോക്കലിസ്റ്റുകളായി മാറിയിരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരിതിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിലുള്ള പല പ്രതിപക്ഷ കക്ഷികളായിക്കോട്ടെ, നമ്മുടെ നാട്ടിലുള്ള പല ദളിത് ആക്ടിവിസ്റ്റുകളുണ്ട്, പ്രത്യേകിച്ച് ഈ അംബേദ്കറിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഈ UCC എതിർക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അംബേദ്കർ തന്നെ വിഭാവനം ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ അംബേദ്കറിൻ്റെ പ്രിൻസിപ്പിൾസാണ് ഞങ്ങൾ ആദർശമായി സ്വീകരിക്കുന്നതെന്ന് പറയുന്ന ആൾക്കാർ പോലും ഇതിനെയൊക്കെ തന്നെ എതിർക്കുകയാണ്. അപ്പോൾ എതിർക്കുന്നത് അംബേദ്കറോടുള്ള വിരോധം കൊണ്ടാവണമെന്നില്ല, മറിച്ച് ഇത് കൊണ്ടുവരുന്നത് BJP ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം പല ആൾക്കാർക്കുമുണ്ട്. അപ്പോൾ ഞാൻ കരുതുന്നത് നമ്മുടെ നാടിന് ഗുണകരമായിട്ടുള്ള സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത്തുന്ന വ്യക്തി നിയമങ്ങൾ ഏകീകരിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംഭവം കൊണ്ടുവന്നാൽ ആ പദ്ധതി ആരുടേതായാലും
അതിനെ പിന്തുണയ്ക്കുക. ഞാനിപ്പോൾ ഇതിനെ മറ്റൊരു സംസ്ഥാനത്ത് കോൺഗ്രസ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ എനിക്ക് പിന്തുണയ്ക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഡൽഹിയിൽ ഇതേ കാര്യം ആം ആദ്മി പാർട്ടി കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്ന സൊസൈറ്റിയെക്കുറിച്ചാണ്. ഇവിടെയുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വ്യക്തി നിയമങ്ങളിലുള്ള അവകാശങ്ങളെക്കുറിച്ചാണ്. അത് പൂർണ്ണമായി തീരുമാനിക്കേണ്ടത് മതമല്ല. കാരണം അത് സെക്യുലർ സ്വഭാവത്തിലുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള നിയമങ്ങൾ, മതാചാരം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതിന് മത നിയമങ്ങളാവാം. പക്ഷേ നിങ്ങളുടെ വിവാഹം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു കുട്ടിയുടെ ജനനം, ആ കുട്ടിയുടെ മരണം, വിവാഹം, സ്വത്ത്, പിന്തുടർച്ചാവകാശം, ഈ കാര്യങ്ങളെല്ലാം സെക്യുലർ സ്വഭാവത്തിലുള്ളതാണ്. അതിനെ തീരുമാനിക്കേണ്ടത് സെക്യുലർ നിയമങ്ങളാണ് എന്ന് ബോധ്യമുള്ള എല്ലാ ആൾക്കാരും ഇതിനെ അംഗീകരിക്കുകയാണ് വേണ്ടതെന്നുള്ളതാണ് എൻ്റെ മതം. സർ, ഇതിൽ മറ്റൊരു ചോദ്യം ഉയരുന്നത്, ഇപ്പോൾ ഈ കൊണ്ടുവന്ന ഉത്തരാഖണ്ഡിൽ തന്നെ ആദിവാസി വിഭാഗത്തെയും അതോടൊപ്പം തന്നെ മറ്റ് ഗോത്ര വിഭാഗത്തെയൊക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുമ്പം എത്രമാത്രം പ്രായോഗികമാവും എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിലവിലാണെങ്കിലുമുള്ള പല നിയമങ്ങളിൽ നിന്ന് ഗോത്ര വിഭാഗങ്ങൾ എക്സംപ്റ്റഡ് ആണ്. SC വിഭാഗമില്ല, ST വിഭാഗം, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗം അതിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അതിന് സാമൂഹ്യമായിട്ടുള്ള നിരവധി കാരണങ്ങളുണ്ട്. നിലവിലുള്ള അവരുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഗോത്രത്തിൻ്റെ തനത് സ്വഭാവം പരിരക്ഷിക്കപ്പെടണം എന്ന രീതിയിലത്തേക്കുള്ള നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടത്തിൻ്റെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. ഗോത്ര സ്വഭാവം പരിഗണിക്കപ്പെടണം എന്നുള്ളതുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പല നിയമങ്ങളും ഉണ്ടാകുന്ന സമയത്ത് പല ആൾക്കാരുടെയും ഇത്തരത്തിലുള്ള ഗോത്ര സ്വഭാവം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് എക്സംഷൻ നൽകുന്നത്. ഇത് ആദ്യമായിട്ടല്ല ഒരു നിയമത്തിലുണ്ടാകുന്നത്. ഇതിനു മുമ്പും പല നിയമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സമാനമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴും നമ്മുടെ നോർത്ത് ഈസ്റ്റിലുള്ള പല സംസ്ഥാനങ്ങളിലും അവരുടെ ഗോത്ര വിഭാഗങ്ങളുടെ ഗോത്ര സ്വഭാവം പരിരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റ് പല നിയമങ്ങളും അവർക്ക് ബാധകമല്ലാത്ത രീതിയിലത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതൊന്നും തന്നെ ക്രിമിനൽ നിയമത്തിലല്ല ചെയ്യുന്നത്, മറിച്ച് പല സിവിൽ നിയമങ്ങളിലും ആ കാര്യം കൊണ്ടുവരുന്നുണ്ട്. അത് ഗോത്ര സ്വഭാവം പരിരക്ഷിക്കുന്നതിനാണ്. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന അതിന് പ്രതിജ്ഞാബദ്ധമായതുകൊണ്ടാണ്. ആ സ്വഭാവം നിലനിർത്താമെന്ന് നമ്മുടെ ഭരണഘടന നിർമ്മാതാക്കൾ തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഓൾട്ടർ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള സംവിധാനങ്ങൾ, ഇപ്പോൾ ഒരു ഗോത്രത്തിൽ ഒരു വിവാഹം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് ഏത് രീതിയിലാണ്, അവരുടെ അവകാശങ്ങൾ ഏത് രീതിയിലാണ്, ഇതിനൊക്കെ തന്നെ ഗോത്രത്തിന് ഗോത്രീയമായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്. അതിനെ ഒരുപക്ഷെ നമ്മുടെ മെയിൻ കൾച്ചറിലേക്ക് മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നതിന് ഒരുപക്ഷെ ഇപ്പോഴും സമയമായിട്ടുണ്ടാവില്ല. അത് ഒരു ഭാവിയിൽ ഒരു സമയത്ത് ഒരുപക്ഷെ വീണ്ടും ഇതൊക്കെ തന്നെ റീവിസിറ്റ് ചെയ്യപ്പെട്ടേക്കാം. ആ സമയത്ത് അവരും മറ്റുള്ള എല്ലാ വിഭാഗങ്ങളുടെയും ഒപ്പം നിൽക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പരിവർത്തനം ആ വിഭാഗത്തിൽ ഉണ്ടാകുന്ന സമയത്ത് അതിന് സ്റ്റേറ്റ് പൂർണ്ണമായിട്ടും അവരെ എക്വിപ്പ് ചെയ്യുന്ന ഒരു സമയത്ത് ഒരുപക്ഷെ ഈ നിയന്ത്രണങ്ങളൊക്കെ തന്നെ മാറ്റിയതിന് ശേഷം അവരെ പൂർണ്ണമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അത് നമുക്ക് തീർച്ചയായിട്ടും സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കാശ്മീരിൽ പ്രത്യേക ഗോത്ര വിഭാഗങ്ങളില്ല എങ്കിൽ പോലും ആ ഒരു പ്രവിശ്യയ്ക്ക് മാത്രമായിട്ട് ചില നിയമങ്ങൾ അവിടെ നിലനിന്നിരുന്നു. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഒരു സമയമായി എന്ന തോന്നലുണ്ടാകുമ്പോൾ പാർലമെൻറ്റാണ് അതിന് അംഗീകാരം നൽകുന്നത്. അതേപോലെ തന്നെ ഈ വിഷയത്തിലും ഗോത്ര വിഭാഗങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ, ഇനി ചില ഗോത്രങ്ങൾ മാത്രമായിട്ട് ഒരുപക്ഷെ അതിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്, അവർക്കിത് ബാധകമാക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ പാർലമെൻറ്റ് അതിന് അസന്റ് കൊടുക്കട്ടെ. അങ്ങനെ വരുന്ന ഒരു സമയത്ത് അത് ചെയ്യാം. അത് ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഈ നിയമം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തടസ്സമാണെന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ ഇൻഡിജിനസ് ആയിട്ടുള്ള ഗോത്ര വിഭാഗങ്ങൾ അവിടെയും ഉണ്ടാകാം, അവർക്കും ആ നിലവിൽ ആ ഒരു എക്സംഷൻ നൽകാം. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു കേന്ദ്ര നിയമം ഉണ്ടാകുമ്പോഴോ അതല്ല എങ്കിൽ ആ സംസ്ഥാനത്തിന് ഇനി ഇത് ഇവർക്കും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സമയമായിട്ടുണ്ട് എന്ന് തോന്നൽ വരുന്ന സമയത്തോ അങ്ങനെ ഒരു അഡീഷണൽ പരിരക്ഷയുടെ ആവശ്യം അവിടെ ഇല്ല, അല്ലെങ്കിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ സ്വീകരിക്കപ്പെടാവുന്നതാണ് എന്ന് തോന്നുന്ന സമയത്ത് അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക വിഭാഗത്തിനോട് കാണിക്കുന്ന ഒരു അനാവശ്യ മമതയല്ല, മറിച്ച് നമ്മുടെ ഭരണഘടന അവർക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണ്. അത് പരിരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഭരണഘടനാദത്തമായിട്ട് ഒരു ഭരണകൂടം ചെയ്യേണ്ടുന്ന കാര്യവുമാണ്. എന്തായാലും യാഥാസ്ഥികരായിട്ടുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഗതിയായിട്ടാണ് ഈ ഏകീകൃത സിവിൽ കോഡിനെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അവർ തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഇതിനോടകം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് കൊണ്ടുവന്നിരിക്കുകയാണ് BJP സർക്കാർ. അപ്പോൾ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ. നന്ദി ഗൗതം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.